ഹലോ ഗൈസ്, അപ്പോൾ രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ സ്കൂൾ ബസ്സിലാക്കിയിട്ടാണ് ഈ പണിക്ക് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നമുക്ക് 5 മണി 5:30 കഴിഞ്ഞിട്ട് കഴിഞ്ഞാൽ ഒരു 7 മണി വരെ കുഞ്ഞിന് ടിഫിനും ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ 7 മണി കഴിഞ്ഞാൽ പിന്നെ കുഞ്ഞിനെ എനിക്ക് അവൻ്റെ കാര്യങ്ങളായിട്ട് അതും തിരക്കിലായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ സ്കൂൾ ബസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ പാത്രങ്ങളൊക്കെ കഴുകി വയ്ക്കുക കേട്ടോ. അപ്പം അമ്മ നേരത്തെ വിളക്ക് വയ്ക്കാൻ പോകും, വിളക്ക് വെച്ച് പ്രാർത്ഥിക്കും, അങ്ങനെയൊക്കെയാണ്. അപ്പം ഞാനത് കഴിഞ്ഞ് പാത്രമൊക്കെ കഴുകി വെച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. നൂലപ്പവും മുട്ടക്കറി ആയിരുന്നു ഇന്ന് കേട്ടോ. ഞങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ നൂലപ്പം മുട്ടക്കറി ഉണ്ടാക്കാറുണ്ട്, നല്ല ഇഷ്ടമാണ്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കുളിക്കാൻ പോയി. അപ്പം ഞാൻ ഈയിടെയായിട്ട് മിക്ക ദിവസങ്ങളിലും എൻ്റെ ഫേസ് പാക്ക് ഇടാറുണ്ട്. നമ്മുടെ തൈരും മുൾട്ടാണി മിട്ടി, സാൻഡലിൻ്റെ മുൾട്ടാണി മിട്ടി, കോഫി പൗഡർ ഉണ്ടെങ്കിൽ കോഫി പൗഡർ ഇടും, അല്ലെങ്കിൽ അരിപ്പൊടി എന്തെങ്കിലുമൊക്കെ മിക്സ് ചെയ്ത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെ മിക്സ് ചെയ്തിടും. അപ്പോൾ അത് കഴിഞ്ഞ് റൂമൊക്കെ ക്ലീനാക്കി ഞാൻ മില്ലറ്റ് പൗഡർ കൊടുക്കണം കേട്ടോ. നമ്മുടെ സുംബ ക്ലാസ്സിൽ നിന്ന് സാറ് കൊണ്ടുവരുന്നതാണ്, അവിടെ വീട്ടിൽ തന്നെ പൊടിച്ച് കൊണ്ടുവരുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ ഞാനും വാങ്ങിച്ചു. നല്ല പൗഡറാണ്, മില്ലറ്റ് പൗഡർ. നമുക്ക് ഷേക്ക് രൂപത്തിലൊക്കെ അടിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ അതിനിടയിൽ ഞാൻ ചോറ് വയ്ക്കാനായിട്ട് വെള്ളം എടുക്കുകയാണ് നമ്മുടെ ഫിൽറ്ററിൽ നിന്ന്. അതിനിടയിൽ ഞാൻ ഷേക്ക് കഴിച്ചു. പിന്നെ ഉച്ചയ്ക്ക് ഒരു 12:30 ആകുമ്പോൾ ചോറ് കഴിക്കും. കാരണം 2:40 ക്ലാസ്. അപ്പോൾ അപ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാനുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് നേരത്തെ കഴിക്കും. ഇപ്പോൾ ഫുഡ് കഴിച്ച് നേരെ അമ്മ ഇങ്ങോട്ട് വന്നു വീട്ടിലേക്ക്. അപ്പോൾ അമ്മയും കൂടി ആലപ്പാട് പോയി. അവിടെ നിന്ന് നേരെ പിന്നെ സുംബ ക്ലാസ്സിൽ പോയിട്ട് ഒരു സുംബ ഡാൻസ് ചെയ്യാണ്. അപ്പോൾ അതിനുള്ള പ്രാക്ടീസിലാണ് ഞങ്ങൾ. അപ്പോൾ തിങ്കൾ ബുധൻ വെള്ളിയാണ് നമുക്ക് സാറ് വരുന്ന ഡേയ്സ്. അതിനിടയിൽ നമുക്ക് പഠിപ്പിക്കുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്യാം കേട്ടോ. ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോഴേക്കും കുഞ്ഞെ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ എന്തായാലും ബസ് സ്റ്റോപ്പിലുണ്ടായിരിക്കും കുഞ്ഞിനെ എടുക്കാനായിട്ട്. കാരണം ഞാൻ ചിലപ്പോൾ ലേറ്റ് ആയി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും. അപ്പോൾ എന്തായാലും 10 മിനിറ്റ് 15 മിനിറ്റ് മുന്നേ അച്ഛനും ആരെങ്കിലും പോയി നിൽക്കും കേട്ടോ. അങ്ങനെ ചില ദിവസം മാത്രമേ എനിക്ക് കുഞ്ഞിനെ പിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. പിന്നെ ഈ യൂണിഫോം എന്ന് പറഞ്ഞാൽ ഞാൻ അന്ന് തന്നെ കഴുകിയിട്ടുണ്ട് കേട്ടോ. പിറ്റേ ദിവസം വയ്ക്കാറില്ല. കാരണം ഒന്നാമത് വൈറ്റ് യൂണിഫോമാണ്, മഴയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ ഉണങ്ങാനും ഞാൻ അന്ന് തന്നെ കഴുകിയിടുണ്ടാവും. നമ്മളെ പടിഞ്ഞാറ വീട്ടിലത്തെ ഡോഗാണ് കേട്ടോ. ഇത് പ്രസവിച്ചൊരു 5 കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ആൾ ഒറ്റയ്ക്കായി, എല്ലാ മക്കളും പോയി. മഴയൊക്കെ ഒന്ന് തോർന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്, എന്നാലും മഴക്കാരുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ വിളക്ക് വയ്ക്കുന്ന സമയമായി. അപ്പം അമ്മ രാവിലെ അയ്യപ്പസ്വാമിയുടെ അമ്പലത്തിൽ പോയിട്ട് ഒരു ചിരട് പൂജിച്ചിട്ടുണ്ടായിരുന്നു കുഞ്ഞിന് വേണ്ടിയിട്ട്. അപ്പം ഞാനത് മേലെ പോയിട്ട് ചിരട് കൊണ്ടുവന്ന് കുഞ്ഞിനെ കെട്ടിച്ചു. കഴിഞ്ഞ് പിന്നെ ദോശയ്ക്കുള്ള മാവ് അരയ്ക്കുന്നത് ഇപ്പം ഞാനാണ് അരയ്ക്കാറ് കേട്ടോ. അപ്പോൾ വേറൊരു മെത്തേഡിലാണ് ദോശമാവ് അരയ്ക്കുന്നത്. കുഞ്ഞിനിപ്പോൾ നേരത്തെ ഉറങ്ങണോണ്ട് നേരത്തെ ഭക്ഷണം കഴിച്ച് ഉറങ്ങുന്നുണ്ട്. അപ്പോൾ 2 മീനൊക്കെ വറുത്ത് കുഞ്ഞിന് ചോറൊക്കെ കൊടുത്ത് ഉറങ്ങാനുള്ള പരിപാടിക്ക് പോയി.